അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലേക്ക് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയും അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള താല്പര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അപ്പോൾ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അപ്രൻറ്റീഷിപ്പിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. താല്പര്യമുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിന് അപേക്ഷിക്കാം. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 2/4/2024 മുതലാണ്. ഏകദേശം നിങ്ങൾക്ക് 1/5/2024 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, സ്ഥിര നിയമനമല്ല, അപ്രൻറ്റീഷിപ്പാണ്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റൈപ്പൂർ ഡിവിഷനിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൈപ്പൂർ ഡിവിഷനും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേഗൻ റിപ്പയർ ഷോപ്പിലേക്ക് റൈപ്പൂരിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഈ ഒരു റൈപ്പൂർ ഡിവിഷൻ ഇവിടെ കൊടുത്തിട്ടുള്ള DRM ഓഫീസിലേക്കുള്ള വേക്കൻസിൻ്റെ അതായത് ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അപ്രൻറ്റീഷിപ്പാണെന്ന് ശ്രദ്ധിക്കുക തുടക്കത്തിൽ തന്നെ. അതായത് നിങ്ങൾക്ക് സ്ഥിര നിയമനമല്ല, 1 ഇയർ കോൺട്രാക്റ്റിലായിരിക്കും നിങ്ങൾ കയറുന്നത്. അപ്പോൾ ഒരു സ്റ്റൈപ്പൻ്റായിട്ട് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അത്യാവശ്യ ചിലവുകളൊക്കെ നടന്നു പോകാൻ ഉണ്ടാവുന്നതായിരിക്കും. സോ അതിനുശേഷം 1 ഇയർ കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ജോബ്, അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് മറ്റൊരു ജോബിന് ശ്രമിക്കാൻ സാധിക്കുന്നതായിരിക്കും. എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ട്രേഡ് നോക്കുകയാണെങ്കിൽ വെൽഡർ വന്നിട്ടുണ്ട്, ടർണർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്, അതുപോലെ ഹിന്ദി, പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്, ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മെഷീനിസ്റ്റ് വന്നിട്ടുണ്ട്, മെക്കാനിക് ഡീസൽ വന്നിട്ടുണ്ട്, മെക്കാനിക് റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട്. ഇത്രയധികം തസ്തികകളാണ് DRM ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വേഗൻ റിപ്പയർ ഷോപ്പിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേഗൻ റിപ്പയർ ഷോപ്പിലേക്ക് വന്നിട്ടുള്ള ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ ഫിറ്റർ, വെൽഡർ, മെഷീനിസ്റ്റ്, അതുപോലെ തന്നെ ടർണർ, ഇലക്ട്രീഷ്യൻ, അതുപോലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷും ഹിന്ദിയും വന്നിട്ടുണ്ട്. ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. 50% മാർക്കോട് കൂടി 10ാം ക്ലാസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള ഈ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 10ാം ക്ലാസ്സിൽ 50% മാർക്കും ITIയും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം ഒരു 15 വയസ്സ് മുതൽ ഏകദേശം 24 വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവ് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ടുള്ള ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷനും അതുപോലെ അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മാക്സിമം താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയറും കൂടി ചെയ്തു കൊടുക്കുക.